സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS Rockets 2.0. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ബിന്നി എവിക്റ്റായി അപ്രകാരം തന്നെയാണ് വോട്ടിംഗ് സംഭവിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ ഇതും ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്, ഇതും നിങ്ങൾക്ക് അതുപോലെ തന്നെ വിശ്വസിക്കാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നോമിനേഷൻ വന്നിട്ടുള്ളത് നൂറ, ഷാനവാസ്, ആര്യൻ, ലക്ഷ്മി, അക്ബർ, നെവിൻ, ഇങ്ങനെ 6 പേരാണ് നോമിനേഷൻ വന്നിട്ടുള്ളത്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് നൂറയാണ്. നൂറ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 10,312 വോട്ടുകൾ ഇതുവരെ നൂറ നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും നൂറയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ട് കയറുന്നത് നമുക്ക് വോട്ടിംഗ് കാണാൻ മനസ്സിലാവുന്നുണ്ട്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഷാനവാസ് ആണ്. ഷാനവാസിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 9,870 വോട്ടുകൾ ഷാനവാസ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് നമ്മുടെ ആര്യനാണ്. ആര്യന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 9,780 വോട്ടുകൾ ആര്യൻ ഇതുവരെ കരസ്ഥമാക്കി നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാലാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 9,560 വോട്ടുകൾ ലക്ഷ്മി ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ അഞ്ചാം സ്ഥാനം നേടിയെടുത്തിട്ടുള്ളത് ഈ പറയുന്ന രണ്ടുപേരും ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 9,545 വോട്ടുകൾ അക്ബർ ഇതുവരെ കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ ഇപ്രാവശ്യം രണ്ടുപേരാണ് എവിക്റ്റ് ആവുന്നതെങ്കിൽ അക്ബറും ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആറാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് നെവിനാണ്. നെവിൻ ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 9,405 വോട്ടുകൾ മാത്രമേ നെവിന് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ഈ വോട്ടിംഗ് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ കൂടി ഈ വീക്കെൻഡ് ആകുമ്പോഴേക്കും വോട്ടിങ്ങിൽ നല്ല രീതിയിലുള്ള ഷഫ്ലിംഗ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് നാൾ ചിലപ്പോൾ കയറി പോയി എവിടെയെങ്കിലും നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഫസ്റ്റ് നാൾ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഒറ്റ ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തെ പ്രകടനം മതി, ലാലൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇപ്പോഴത്തെ ഇത് വെച്ച് നമുക്ക് ഒന്നും ഉറപ്പിച്ച് വരാൻ പറ്റില്ല ആര് പുറത്ത് പോകുന്നു. ഇപ്പോഴത്തെ നിലവിലുള്ള വോട്ട് ഇങ്ങനെയാണ്. എന്തായാലും ഇതിൽ കുറേ പേര് കയറി പോകാൻ, കുറച്ച് പേര് ഇറങ്ങി വരാം. എന്തായാലും നമുക്ക് വഴിയെ വോട്ടിങ്ങിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വഴിയെ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് പൂർണ്ണമായി വിശ്വസിക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞത്, അതിന് മുമ്പത്തെ പ്രാവശ്യം പറഞ്ഞത്, അതിന് മുമ്പത്തെ വർഷം പറഞ്ഞു, എല്ലാം കറക്റ്റായിട്ട് തന്നെ ജിസയിലായിക്കോട്ടെ, ഷാനവാസിനായിക്കോട്ടെ, എല്ലാ വോട്ടിങ് കറക്റ്റായിട്ട് തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇതുപോലത്തെ കറക്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള പേരും മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക.